അജ്ഞതയെ അകറ്റി അറിവിന്റെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്നയാളാണ് ഗുരു. ആ വാക്കിനും ആ മഹത്തായ പ്രവൃത്തിക്കും നമ്മുടെ നാട് നൽകുന്ന ആദരം വളരെ വലുതാണ്. ആ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്ന ദിനം കൂടിയാണ് ഇന്ന്, ഗുരു പൂർണിമ. നമ്മെ നല്ല വഴി പഠിപ്പിച്ച, നല്ല വഴിയിലേക്ക് കൈപിടിച്ചു നടത്തിച്ച അധ്യാപകരെ ഒരു നിമിഷമെങ്കിലും മനസ്സാലോർത്ത് അവരോട് നന്ദി അർപ്പിക്കുന്ന ഒരു ശുഭദിനം. വഴികാട്ടിയ എല്ലാ ഗുരുക്കന്മാരോടും നന്ദി. പക്ഷേ ഇനി പറയാൻ പോകുന്നത് ആ മഹത്തായ പദവിയെ ഇത്ര കണ്ട് നീചമായ നിലയിൽ പ്രയോഗിച്ചവരെ കുറിച്ചാണ്. ഇന്നത്തെ പ്രൈം സ്റ്റോറിയിലേക്ക് മാസ്റ്റർ ഇൻ MDMA. കഴിഞ്ഞ കുറച്ചു ദിവസമായി വാർത്തകളിൽ നിറഞ്ഞ 3 പേർ. ഈ നാട്ടിലെ ആയിരക്കണക്കിന് വരുന്ന അധ്യാപകരെ മാത്രമല്ല, ഈ നാടിനെ ആകെ വേദനിപ്പിച്ച, ആശങ്കയിലാക്കിയ 3 പേർ. BRC അധ്യാപികമാരായ കീർത്തന, കാവ്യ, നീഷ്മ. സർവശിക്ഷ കേരളത്തിന് കീഴിൽ വിവിധ സ്കൂളുകളിലെ അധ്യാപകർക്ക് പരിശീലനം നൽകിയിരുന്നവരാണ് ഇവർ. മാത്രമല്ല, സ്കൂളുകളിലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ സജീവമായിരുന്നു ഈ 3 പേരും. പക്ഷേ അവർ ലഹരിയുടെ വേരുകൾ ആഴത്തിലോടാൻ അവസരമൊരുക്കുകയായിരുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം. എങ്ങനെയാണ് ഇവരിലേക്ക് ഓപ്പറേഷൻ തുഫാന്റെ കണ്ണുകൾ ചെന്നെത്തുന്നത്? രാഹുൽ KV പറയും, കോഴിക്കോട്. വടകര MDMA കേസിൽ ഇതുവരെ 5 പ്രതികളാണ് അറസ്റ്റിലായത്. ഇതിൽ 3 പേർ അധ്യാപികമാരാണ് എന്നത് തന്നെയാണ് കേസിന്റെ ഗൗരവവും വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നത്. കാരണം ഇങ്ങനെ അധ്യാപികമാർ, ആദ്യം കീർത്തനയാണ് അറസ്റ്റിലായത്, പിന്നീട് കാവ്യ, അതിനുശേഷം നീഷ്മ എന്നിവരാണ്. അപ്പോൾ അധ്യാപികമാർ അറസ്റ്റിലാകുന്നു, ലഹരി സംഘങ്ങളായി മാറുന്നു എന്ന വാർത്ത, വിവരം കേട്ട ഓരോരുത്തരും ഞെട്ടലോടുകൂടി തന്നെയാണിത് ഉൾക്കൊണ്ടിരുന്നത്. ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. 6 മാസത്തിനിടെ മാത്രം ഉള്ള ഇടപാടുകൾ പരിശോധിച്ചപ്പോൾ 15 ലക്ഷത്തിലധികം രൂപ എത്തി ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് എന്നാണ് SIT കണ്ടെത്തിയിട്ടുള്ളത്. ഈ കേസിന്റെ തുടക്കം എന്ന് പറയുന്നത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വടകര പോലീസ് നടത്തിയ പരിശോധനയിൽ ജൂൺ 28-ന് 2.1 ഗ്രാം MDMAയുമായി ഒരു വിൽപ്പനക്കാരൻ സഫുവാൻ എന്ന പേരിലുള്ള പ്രതി അറസ്റ്റിലാകുന്നതാണ്. പിന്നീട് ഇയാളുമായി ആർക്കൊക്കെയാണ് ഇടപാട് എന്ന് പരിശോധിച്ച സമയത്താണ് കീർത്തനയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് എന്നതാണ്. അതായത് കീർത്തനയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കായികാധ്യാപികയാണ് കീർത്തനയിലേക്ക് അന്വേഷണം എത്തുന്നു. കീർത്തനയെ വീട്ടിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ജൂലൈ 11-നാണ് കീർത്തനയെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് കീർത്തനയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാവ്യയിലേക്കും അതിനുശേഷം നീഷ്മയിലേക്കും അന്വേഷണം എത്തുകയും ചെയ്യുന്നത്. കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ തന്നെ 3 പേരെയും ജോലിയിൽ നിന്ന്, താൽക്കാലിക ജോലിയായിരുന്നു 3 പേരെയും പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഏറ്റവും ഒടുവിലായി കേസിൽ അറസ്റ്റിലായത് കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ ജിജിൽ കുര്യാക്കോസ് എന്ന ഓൺലൈൻ ഡെലിവറി ബോയിയാണ്. ഇയാളുടെ അക്കൗണ്ടിൽ, അതായത് അതുതന്നെ 6 മാസത്തിനിടെ തന്നെയാണ് 1 കോടിയോളം രൂപയുടെ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നടന്നതെന്നുകൂടി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ കൂടുതൽ പ്രതികളുണ്ട്, അവരിലേക്ക് അന്വേഷണം നീളുക കൂടിയാണ്. ഏതായാലും SIT രൂപീകരിച്ചിട്ടുണ്ട്. ഇടകീറിയാണ് ഓരോ കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയും ചെയ്യുന്നത്. ഒപ്പം തന്നെയാണ് സമീപ നാളുകളിൽ ഉള്ളേരിയിലും പേരാമ്പ്രയിലുമൊക്കെ MDMAയുമായി, രാസലഹരിയുമായി പിടിയിലായ യുവാക്കളുണ്ട്. ഇവർക്ക് ഈ സംഘവുമായി ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. അറസ്റ്റിലുള്ള പ്രതികൾക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷ ഉടൻ തന്നെ കോടതിയിൽ നൽകും എന്നുകൂടിയാണ് SIT അറിയിക്കുന്നത്. നാട്ടുകാരും ആകെ പകച്ചു നിൽക്കുകയാണ്. കുഞ്ഞുങ്ങളെ മാരകമായ ലഹരിയുടെ പിടിയിൽ അകപ്പെടാതെ കാത്തുരക്ഷിക്കേണ്ടവർ തന്നെ ലഹരിയുടെ പ്രധാന ഇടപാടുകാരായതിന്റെ ഞെട്ടൽ. പക്ഷെ അതിനിടയിൽ മറ്റൊന്നുകൂടി ചിലർ സൂചിപ്പിക്കുന്നു. ജോലിയിൽ വീഴ്ച വരുത്തിയതിന് പരാതി നൽകിയിട്ടും ഈ അധ്യാപകർമാർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല എന്നാണ് പ്രതികരണങ്ങൾ. കേൾക്കാം. MDMA കേസിൽ പേരാമ്പ്ര BRCയിലെ 3 അധ്യാപകരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ആളുകൾ എല്ലാവരും ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തയാണ്. അത് സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. സമൂഹത്തിൽ മാതൃക കാണിക്കേണ്ട അധ്യാപകരാണ് ഇത്തരം അഴിഞ്ഞാട്ടങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത്. ഞങ്ങൾ പറയുന്നു, ഇതിനൊരു സമഗ്രമായ അന്വേഷണം നടത്തിയാൽ ഇനിയും ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് വലിയ ആളുകളുണ്ട്. ഇതിൽ ഞങ്ങൾ ഞെട്ടിക്കുന്ന ഏറ്റവും വലിയ വശം എന്ന് പറഞ്ഞാൽ ഇവർ ഒരുപാട് വിദേശ യാത്രകൾ ഇവർ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം സർക്കാരിൻ്റെ അറിവോട് കൂടിയാണോ എന്ന് കഴിഞ്ഞ സർക്കാർ ഇവരെ അന്വേഷിച്ചിട്ടില്ല. ഈ ജോലിയിൽ വീഴ്ച വരുത്തി എന്ന് കാണിച്ച് ഈ അധ്യാപകർക്കെതിരെ DRCയിൽ പലതവണ പരാതി നൽകിയിരുന്നു. അതൊന്നും DRC വകവെക്കാതിരിക്കുക, തള്ളിക്കളയുകയായിരുന്നു. മുമ്പ് പല സ്കൂളുകളിൽ നിന്നും ഈ അധ്യാപകന്മാർക്കെതിരെ പരാതി ഉണ്ടായിരുന്നു. പക്ഷേ പേരാമ്പ്ര BPC, ആ BPC DPCക്ക്, അതായത് ജില്ലാ കോർഡിനേറ്റർക്ക് ഇതിൻ്റെ പരാതി പോയിട്ട് പോലും ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്.
പേരാമ്പ്ര BRC കുറിച്ചുള്ള അന്വേഷണം വേണം, പന്തലായനിയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള അന്വേഷണം വേണം. അതുപോലെ തന്നെ കോഴിക്കോട് പഴയ BPC എന്തുകൊണ്ടാണ് ഇവരെ സംരക്ഷിച്ചത്, അവർ ആർക്കെങ്കിലും എന്തെങ്കിലും ഇത് കൊടുക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ പേരാമ്പ്ര BPC ആരെയാണ് ഭയപ്പെടുന്നത്? ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ച സമയത്ത് അവരെന്തൊക്കെയോ മറച്ചു വെക്കുകയാണ്, അവർ എന്തോ പേടിയിൽ നിൽക്കുകയാണ്. ഇത് കൃത്യമായും CPM-ൻ്റെയും അതുപോലെ തന്നെ പോഷക ഘടകങ്ങളുടെയും ആളുകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിവരം നടക്കുന്നത്. പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു PET അധ്യാപകൻ ഉണ്ടായിരുന്നു, മുൻ PET അധ്യാപകൻ. അദ്ദേഹത്തിനെ പിടിച്ചു, മാത്രമല്ല അവരെ സസ്പെൻഡ് ചെയ്തു, അവരെ ഡിസ്മിസ് ചെയ്തു. അപ്പോൾ ഈ ഒരു സാഹചര്യവും ഇതൊക്കെ കണക്റ്റഡ് ആണ് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതിലൊരു സൂപ്പർ പവർ ഉണ്ട്. നിങ്ങളിത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൂപ്പർ പവറിനെ നമുക്ക് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. കുട്ടികൾക്ക് ആർക്കെങ്കിലും ഇവർ ലഹരി കൊടുത്തിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ, അതോ അങ്ങനെ സംശയിക്കുന്നുണ്ടോ? ഈ അധ്യാപകർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കൗൺസിലിങ്ങിലൂടെ മാത്രമേ മനസ്സിലാവാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു കൃത്യമായ ഇടപെടൽ വിദ്യാഭ്യാസ വകുപ്പും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ കൗൺസിലിങ്ങിലൂടെ എന്തെങ്കിലും വിവരങ്ങൾ ഈ മക്കളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് കൂടുതൽ ഇതിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കാം. അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. ഏതായാലും ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള 3 അധ്യാപകരും അവരുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി കൃത്യമായി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം കൂടി വേണമെന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. പേരാമ്പ്രയിൽ നിന്നും ജസ്റ്റിൻ മാത്യുവിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. ഈ കേസിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഇരകളായിട്ടില്ല എന്ന് പോലീസ് പറഞ്ഞതാണ് ഏക ആശ്വാസം. അതിനുകൂടി ആ അധ്യാപികമാർ മുതിർന്നിരുന്നുവെങ്കിൽ എത്ര വലിയ വിപത്തിനെയാണ് നമ്മൾ നേരിടേണ്ടി വരിക? പോലീസിന്റെ പ്രതികരണം. ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ കുറേ പേര് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഇൻകം എല്ലാം എടുത്ത് പരിശോധിച്ചപ്പോൾ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ തന്നെ നമുക്ക് 1 കോടി അധികം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലി നോക്കിയപ്പോൾ അദ്ദേഹം ഒരു സാധാരണ ഡെലിവറി ഏജൻറ്റാണ്. ഈ പൈസകളെല്ലാം ഇവർക്ക് ആരാണ് ഇവർക്ക് ഈ പൈസകൾ കൊടുത്തത്, ഈ പൈസകൾ പോകുന്നത് എവിടെയാണ്, ഇത്ര കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം നടത്തി അവരെയും അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും പ്രത്യേക അന്വേഷണ സംഘം. അന്വേഷണത്തിൽ ഒരുപക്ഷെ ഇനിയും കൂടുതൽ പ്രതികളും അറസ്റ്റും ഒക്കെ വന്നേക്കാം. ഓപ്പറേഷൻ തൂഫാൻ എന്ന ദൗത്യം സമൂഹത്തിലെ ഓരോ അടരുകളും പരിശോധിക്കുകയാണ്. അധ്യാപികമാർ പിടിയിലാകുന്നത് പെട്ടെന്ന് സമൂഹത്തിന്റെ ആകെ ആത്മവിശ്വാസത്തെ തന്നെ ബാധിച്ചേക്കാം. അരക്ഷിതാവസ്ഥയും അവിശ്വാസവും ഒക്കെ വളർന്നു വരാനിടയുണ്ട്. പക്ഷേ നമ്മൾ തളർന്നു പോകരുത്, അതിനെ മറികടക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് ഈ നാടിന്റെ ഭാവിയാണ്. അതിൽ പിന്നോട്ട് ഒരു ചുവട് പോലും അരുത്. ഈ ലോകത്ത് കുറേയേറെ മനുഷ്യർ സത്യത്തിന്റെ വഴിയെ സഞ്ചരിക്കുന്നത് അവർക്ക് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിക്കുന്നത് കൊണ്ടല്ല. തുച്ഛമായ വരുമാനം, പ്രതിസന്ധികൾ, രോഗപീഠകൾ, ദുരന്തങ്ങൾ, അങ്ങനെ പലതും നേരിടുമ്പോഴും അവർ മുറുകെ പിടിക്കുന്നത് സത്യമാണ്. ആ സത്യമാണ് ഗുരു. നമ്മുടെ എത്രയോ അധ്യാപകർ കഠിനമായ ജീവിത പ്രതിസന്ധികളെ മറികടന്ന് ശിഷ്യർക്ക് വഴിവിളക്കായിട്ടുണ്ട്. കീർത്തന, കാവ്യ, നീഷ്മ, നിങ്ങൾ ചെയ്ത തെറ്റ് ഈ നാടിൻ്റെ പ്രതീക്ഷയായ യുവതലമുറയുടെ കണ്ണുകളിലെ പ്രകാശം കെടുത്തുക മാത്രമല്ല, കഠിന വഴികൾ താണ്ടി നമുക്ക് വെളിച്ചമേകിയ കുറേ മനുഷ്യരെ, കുറേ അധ്യാപകരെ അവഹേളിക്കുക കൂടിയാണ്.